നമുക്ക് എന്തൊക്കെ പറഞ്ഞാൽ എത്ര വയസ്സാണ് പാടുന്നൊന്നുമില്ല, ഇപ്പൊ എല്ലാം റിട്ടയർ ചെയ്തിരിക്കുക. പക്ഷെ നമ്മുടെ ഒരു സരസ്വതി ആവണുണ്ടെന്ന് നമുക്കൊരു വിചാരമാണ്. ഇന്നലെ ഇത് കേട്ടപ്പോഴേ ഭയങ്കര ഷോക്കായിരുന്നു. കാരണം ഞങ്ങൾ ജാനകിയമ്മയായിട്ട് ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് കോൺസ്റ്റന്റ് ടച്ചിൽ ഉള്ള സമയമാണ്. അമ്മ ഇടയ്ക്കിടയ്ക്ക് ശ്വേതയായിട്ടാണ് എപ്പോഴും കോൺവെർസേഷൻ. ആൻഡ് അമ്മ കമ്പോസ് ചെയ്ത് 4 പാട്ട് എഴുതി കമ്പോസ് ചെയ്ത 4 പാട്ട് ശ്വേത പാടണമെന്ന് പറഞ്ഞ് അവളെ വെച്ച് പാട്ട് പഠിപ്പിച്ച് ഞങ്ങള് മൈസൂരിലൊക്കെ 2 പ്രാവശ്യം വന്നത്. അന്നൊക്കെ അമ്മ ഹെൽത്തി ആയിട്ടിരിക്കണ്ടായിരുന്നു. പക്ഷെ മോൻ പോയത് കൊണ്ട് എന്തിനാ എന്നെ ഇരുത്തേക്കണേന്ന് ഭയങ്കര ദുഃഖമായിരുന്നു. ഒരു കാര്യം നോക്കുമ്പോ ഇനി അമ്മ ചെയ്തൊക്കെ ചെയ്തു കഴിഞ്ഞു. ഇനി എന്താ, ഇനി കൂടുതലൊന്നും ചെയ്യാനില്ല. നമ്മൾക്ക് അത്രയും ഒരു സ്വത്ത് തന്നിട്ടാണ് പോയേക്കണേ. അമ്മ സന്തോഷമായിട്ട് മോന്റെ കൂടെ ഇരിക്കണ്ടാവും. ഇപ്പൊ സഹിക്കാൻ വയ്യാത്ത സങ്കടം ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും. ഞങ്ങള് പാട്ടുകാരിയായതും ഇവരുടെ പാട്ടുകൾ കേട്ടിട്ടല്ലേ ഞങ്ങൾ പഠിച്ചതൊക്കെ. വേറൊന്നും പറയാല്ല. അമ്മ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഒരു ഷോ അടുത്ത ദിവസങ്ങളിൽ നടത്താനുള്ള ഒരു പ്ലാൻ? അതെ, ഡിസംബർ ഒരു പ്രോഗ്രാം നടത്തുന്നതിന് വേണ്ടി അതിന്റെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അത് മുരളിയുടെ സ്മരണയ്ക്ക് വേണ്ടി മുരളിക്ക് ഇഷ്ടമുള്ള പാട്ടുകളെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഡിസ്കഷൻ ആക്ച്വലി എന്റെ അടുത്തല്ല, ശ്വേതയുടെ കൂടെയാണ് എല്ലാ പാട്ടിന്റെ ഡിസ്കഷനും. ഇന്ന പാട്ട് വേണം, ഇന്ന പാട്ട് ആള് ഡുവറ്റ് പാടണം, അങ്ങനെ ലിസ്റ്റ് ഇട്ടിട്ട് അമ്മ ശ്വേത എന്റെ അടുത്ത് ഒന്ന് പറയും, അമ്മ ജാനകിയമ്മയെ കണ്ട ഈ വയസ്സിനും ഷീസ് സോ അലേർട്ട്. അതാ അമ്മയുടെ ഓർമ്മശക്തിയാണ്. ഞങ്ങളിവിടെ വന്ന് അമ്മയടുത്ത് സംസാരിക്കുമ്പോൾ എല്ലാ പാട്ടും എന്ത് ഓർമ്മയാറമ്മ പറയുമ്പോൾ ആ പാട്ടിൽ ആ ഒരു ഹമ്മിങ്, ഈ പാട്ടിൽ ഈ ഹമ്മിങ്, അതിന്റെ ലിറിക്സ് വരെ മലയാളമൊക്കെ എത്ര ഓർത്ത് പാടും. അത് ജീനിയസ്. അവരൊക്കെ ഇതിനു വേണ്ടി ജനിച്ചവരാണ്. പക്ഷെ നമുക്ക് എന്തൊക്കെ പറഞ്ഞാൽ എത്ര വയസ്സാണ് പാടുന്നൊന്നുമില്ല, ഇപ്പൊ എല്ലാം റിട്ടയർ ചെയ്തിരിക്കുക. പക്ഷെ നമ്മുടെ ഒരു സരസ്വതി ആവണുണ്ടെന്ന് നമുക്കൊരു വിചാരമാണ്.